ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അലോണക്സ് ത്രീ ഗെയിമർ. അപ്പോൾ കഥയുടെ 4ാമത്തെ വീഡിയോ ആണ് ഗേസ്. ബാക്കി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് ഇത് കാണാട്ടോ ഗേസ്. അങ്ങനെയാ മൃഗങ്ങൾ നിറഞ്ഞ ജാസ്തൻഗിരിയിൽ അവർ എത്തിയപ്പോൾ തന്നെ ഒരുപാട് സിംഹങ്ങൾ കൂടി ആക്രമിക്കാൻ തുടങ്ങി. ഇവർ വാഹനത്തിൻ്റെ തോക്കുപയോഗിച്ച് തുരുതുര വെടിവെക്കാൻ തുടങ്ങി. അങ്ങനെ സിംഹങ്ങളും കടുവകളും എല്ലാം ചത്തു വീണു. അവിടെ നിന്ന് അവർ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയി. അവിടെ നിന്ന് പോയപ്പോൾ നേരെ ഹാമിസ് എന്ന ഹാളിലെത്തി. അവിടെ അവർ വലിയ അപകടങ്ങൾ കാത്തിരുന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വമ്പൻ ചെന്നായ വാഹനത്തിന് മുന്നിൽ ചാടി. ബാസിത്ത് വാതിൽ തുറന്ന് തൻ്റെ കുന്തമെടുത്ത് ചെന്നായയുടെ ദേഹത്തേക്ക് എറിഞ്ഞു. കുന്തം അതിൻ്റെ ദേഹത്ത് കുത്തിക്കയറി. അങ്ങനെ അത് ചത്തു വീണു. എന്നാൽ അവിടേക്ക് നൂറുകണക്കിന് ചെന്നായ്ക്കൾ വന്നു. അപ്പോൾ കുറച്ചു ചെന്നായ്ക്കളെ ഇടിച്ചു മാറ്റിക്കൊണ്ട് അവർ ചെന്നായിക്കൂട്ടത്തെ മറികടന്നു. പക്ഷേ ആ ചെന്നായ്ക്കളെയെല്ലാം ചവിട്ടി നശിപ്പിച്ചുകൊണ്ട് ആ ഭീമൻ കുരങ്ങു മനുഷ്യൻ അങ്ങോട്ട് വന്നു. അവരാകെ ഭയന്നു. അവർ വണ്ടിയുമായി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ വണ്ടിയുടെ പിറകിൽ പിടിച്ച് വണ്ടിയെ തിരിച്ച് മുന്നിലെ ഗ്ലാസ് പൊട്ടിച്ച് സാരഥിനെ പിടിച്ച് അത് കയ്യിൽ ഞെരുക്കി കൊന്നുകളഞ്ഞു. ഇത് കണ്ട് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റാൻ തുടങ്ങി. സാരഥി മരിച്ചതിന് എന്തെങ്കിലും ഉപയോഗം വേണം, അവൻക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണം. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ബാസിത്ത് പെട്ടെന്ന് ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് വണ്ടിയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ശേഷം ഇവർ അടുത്ത റൂമിലെത്തി. അവിടെ ചെന്നപ്പോഴേക്കും പട്ടാളക്കാരായ 3 കുരങ്ങു മനുഷ്യർ ഇവരെ ആക്രമിക്കാൻ വന്നു. ഒരു കുരങ്ങു മനുഷ്യൻ ആയുധ വാഹനത്തിലേക്ക് കുത്തിയിറക്കി. ഉള്ളിലുള്ള മിൻഷയുടെ നെഞ്ചിലേക്ക് കുത്തിക്കേറി അവൾ അപ്പോൾ തന്നെ മരിച്ചു. വാഹനമാകെ തകർന്നിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി പുറത്തിറങ്ങി. അവരുടെ പിറകെ തന്നെ ആ കുരങ്ങു മനുഷ്യൻ വന്നു. ഇത് കണ്ട് മീന തൻ്റെ തോക്കെടുത്ത് അതിനെ വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ വെടികൊണ്ട് ദേഷ്യം വന്ന കുരങ്ങു മനുഷ്യൻ വന്ന് അവരുടെ കുന്തവും വാളുമെല്ലാം ഉപയോഗിച്ച് മീനയെ കുത്തിക്കൊന്നു. അങ്ങനെ മീനയും മരിച്ചു. ഇനി ബാസിത്തും ബിൻഷാദും മാത്രം ബാക്കി. അവർ നേരെ നിധി സൂക്ഷിച്ച അറയിലേക്ക് കടന്നു. പറ്റാവുന്ന സ്വർണവും മുത്തുമെല്ലാം വാരാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് ആ കുരങ്ങു മനുഷ്യർ വന്ന് ആക്രമിക്കാൻ തുടങ്ങി. ബാസിത്ത് തൻ്റെ കുന്തം ഉപയോഗിച്ച് അവരെ നേരിട്ടു. ബാസിത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബിൻഷാദെ, കിട്ടിയതും കൊണ്ട് സ്ഥലം വിട്ടോ. അത് കേട്ട് ബിൻഷാദ് കിട്ടിയ സ്വർണമെല്ലാം എടുത്ത് അവിടെ നിന്ന് പോർട്ടൽ റൂമിലേക്ക് കടന്നു. അപ്പോൾ അവൻ സാബിത്തിൻ്റെ വേദന കൊണ്ടുള്ള അലർച്ച കേട്ടു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഊറ്റാൻ തുടങ്ങി. എന്നാൽ അങ്ങോട്ട് കുരങ്ങു മനുഷ്യർ വരുന്നത് കണ്ട് അവൻ പെട്ടെന്ന് പോർട്ടലിൽ കയറി അവൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. പണ്ട് കളിച്ചിരുന്ന ആ മൈതാനത്തെത്തി. അവനവിടെ മലർന്ന് കിടന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ അവൻ കൂട്ടുകാർക്ക് വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് പിന്നെ ആ പണം കൊണ്ട് അവൻ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നും അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഗൈസ്, എന്തായാലും ഇത്രയുള്ള കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. പിന്നെ അടുത്ത കഥയുടെ പേര് ലാർക്കസ്. അപ്പോൾ എല്ലാവരും കാണുക.